പി.വി. അൻവറുമായി മുഖ്യമന്ത്രി ഓഫീസിന്റെ നിർദ്ദേശപ്രകാരം അനുനയ ചർച്ച നടത്തിയെന്നാണ് ADGP MR അജിത് കുമാറിന്റെ മൊഴി. തനിക്കെതിരായ ആരോപണത്തിന് പിന്നിൽ പോലീസിലെ തന്നെ ചിലരാണ്. വ്യാജരേഖ ഉണ്ടാക്കിയതിന് പിന്നിലും പോലീസിലുള്ളവരാണെന്നും അജിത് കുമാർ വിജിലൻസിന് മൊഴി നൽകി. അജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്തുവന്നു. സിജോ വി ജോൺ ചേരുന്നു. സിജോ, എന്തൊക്കെയാണ് മൊഴിയിൽ? വളരെ ഗൗരവമുള്ള ഒരു ആരോപണമാണ് MR അജിത് കുമാർ ഉന്നയിക്കുന്നത്. അതിപ്രകാരമാണ് തനിക്കൊപ്പം പോലീസിലുള്ള ചില ആളുകളാണ് ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ ആരോപണം ഉന്നയിച്ചിട്ടുള്ള അൻവറിന് ഉൾപ്പെടെ നൽകിയെന്നുള്ളൊരു കാര്യമാണ് ഈ മൊഴിയിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ഇത് വളരെ ഗൗരവത്തോടു കൂടി കാണേണ്ടതാണ്. കാരണം പോലീസിലെ സിജോയിലേക്ക് വരാം. ചെറിയ ഓഡിയോ പ്രശ്നമുണ്ട്, സിജോയിലേക്ക് വരാം. അൻവറും അജിത്തുമായി ചർച്ച നടന്നതാണ് അതിൽ പ്രധാനമായിട്ട് മൊഴിപ്പറപ്പിലുള്ളത്. മറ്റൊന്ന്, ഗൂഢാലോചന നടന്നു, പോലീസ് ഉദ്യോഗസ്ഥരിൽ നിന്ന് തന്നെ ഗൂഢാലോചന തനിക്കെതിരെ നടന്നു എന്നുള്ളതാണ്. ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരിക്കുന്നത് വ്യാജ തെളിവുകളാണ്. ആ തെളിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത് പോലീസുകാരുടെ ഇടയിൽ നിന്ന് തന്നെയുള്ള തനിക്കെതിരായ ഗൂഢാലോചനയാണ് എന്നാണ് അജിത് കുമാറിന്റെ വിജിലൻസിന് കോടതിക്ക് നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത്, വിജിലൻസിന് നൽകിയിരിക്കുന്ന മൊഴിയിലുള്ളത്. സിജോ വീണ്ടും ചേരുന്നുണ്ട്. സിജോ, അതാണ് ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം കൂടിയാണത്. ആ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടക്കേണ്ടിയിരിക്കുന്നു. എന്തുകൊണ്ട് പോലീസ് ഉദ്യോഗസ്ഥരുടെ മേലിലേക്ക് ഈ കാര്യങ്ങൾ, ഗൂഢാലോചന കുറ്റം അജിത് കുമാർ ചുമത്തുന്നു എന്നതിലേക്ക് കൂടി അന്വേഷണം കടക്കാൻ സാധ്യതയുണ്ടോ? അതിൽ ഏത് തരത്തിൽ അന്വേഷണം നടക്കുന്നു എന്നുള്ളത് ഇനി കണ്ടെത്തേണ്ടതുണ്ട്. കാരണം ഇത് നേരത്തെ നൽകിയ മൊഴിയാണ്. അതിലിനി ഗൗരവമായ അന്വേഷണം നടക്കുമോ എന്നുള്ളൊരു കാര്യം നമുക്ക് പരിശോധിക്കപ്പെടേണ്ടുള്ളൊരു കാര്യമാണ്. എന്തായാലും അജിത് കുമാർ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായ ഒരു ആരോപണം തന്നെയാണ്. കാരണം ADGP റാങ്കിലുള്ള ഒരാൾക്കെതിരെ അത്തരത്തിലുള്ള ഒരു പരാതി വരുന്നു. ആ പരാതിക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥരാണ് വ്യാജരേഖ ഉണ്ടാക്കിയെന്നുള്ള ഒരു കാര്യം തന്നെയാണ് പറയുന്നത്. എന്തായാലും അത് ഗൗരവത്തോടെ തന്നെ എടുക്കുമോ എന്ന് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത് അജിത് കുമാറിന്റെ വെറും ഒരു ആരോപണം മാത്രമാണോ എന്നും നമുക്ക് ഇനി അന്വേഷണത്തിലൂടെ അല്ലെ മാത്രമേ നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. എന്തായാലും നിലവിൽ അതാണ് അജിത് കുമാർ പറഞ്ഞു വെക്കുകയും ചെയ്യുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ PV അൻവറുമായിട്ടുള്ള കൂടിക്കാഴ്ചയാണ്. ആ കൂടിക്കാഴ്ചയെക്കുറിച്ച് ഈ മൊഴിയിൽ വ്യക്തമാക്കുന്ന കാര്യം ഇങ്ങനെയാണ്: ഈ ഷാജൻ സ്കറിയക്കെതിരെ IT ആക്ട് പ്രകാരം കേസെടുക്കണം എന്ന് പറഞ്ഞ് PV അൻവർ തന്നെ സമീപിച്ചിരുന്നു. പക്ഷെ അതിന്റെ നിയമോപദേശ പ്രകാരം അത്തരത്തിൽ ഒരു IT ആക്ട് പ്രകാരം പറ്റില്ലായിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ കേസെടുക്കാത്ത സാഹചര്യത്തിലാണ് അൻവറിന്റെ തന്നോടുള്ള ദേഷ്യം വരുന്നത്. അതിന്റെ പിന്നാലെയാണ് നിരന്തരമായി